ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീറ്റത് മുതൽ ഉച്ചവരെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ കാണാം. രാവിലെ എണീറ്റ് നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 6:30 ആയിട്ടോ. പിന്നെ നേരെ കിച്ചണിലേക്കാണല്ലോ നമ്മളൊക്കെ വരല്ലേ. ഒരു കപ്പ് ചായ കുടിച്ചു കേട്ടാട്ടോ ഞാൻ എൻ്റെ ദിവസം എന്നും തുടങ്ങാറുള്ളത്. അത് എനിക്ക് എന്നും നിർബന്ധമാണ്, ഒരു ഗ്ലാസ് ചായ കുടിക്കുക എന്നുള്ളത് കേട്ടോ. പുറത്തേക്ക് നോക്കി ഇരുന്നിട്ടാട്ടോ ചായ കുടിക്കുക. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ചെമ്മലുണ്ടായിരുന്നു മുറ്റത്തൊക്കെ. അപ്പോൾ വേഗം ചൂലെടുത്ത്, മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അത് അടിച്ചു വാരാൻ വേണ്ടിയിട്ട് പോയി. അടിച്ചു വാരി നല്ലപോലെ ചെമ്മലുണ്ടായതുകൊണ്ട് പിന്നെ ഒരു അരമണിക്കൂറോളം എന്തായാലും അടിച്ചു വാരാനായിട്ട് വേണം കേട്ടോ. പിന്നെ അടിച്ചു വാരലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. പുല്ല് പറിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാവട്ടെ ഇറങ്ങുക. പക്ഷെ കുറച്ചൊക്കെ പുല്ല് പറിക്കുന്നുണ്ട്, അടിച്ചു വാരുന്നുണ്ട്. രാവിലെ എന്നും ഒരു എക്സസൈസ് എന്നുള്ള നിലക്കാട്ടോ ഞാൻ ഈ മുറ്റടിച്ചവരിനെ കാണലേ. കാരണം എണീറ്റാൽ എന്നുള്ളൊരു റൂട്ടീനാണല്ലേ മുറ്റടിക്കുക എന്നുള്ളത്. ഇപ്പം ഈ മഴക്കാലം ആയതുകൊണ്ട് പിന്നെ മുറ്റടിക്കാൻ മഴ ഇല്ലാത്ത ദിവസമായിട്ടേ പറ്റുള്ളൂ. പിന്നെ മുറ്റൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് അകത്തേക്ക് വന്ന് നോക്കുമ്പം പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ നോക്കണമല്ലോ. ഇന്ന് ഞാൻ എന്താണെന്ന് വെച്ചാൽ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദോശയും പിന്നെ ദോശക്കുള്ള പൊടി കൊണ്ടാണ് ഉണ്ടാക്കല്. അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടല്ല ഇട്ടെന്ന് ഉണ്ടാക്കുന്നത്, പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ദോശ പാരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പൊട്ടാറ്റോ കൊണ്ട് കറി ഉണ്ടാക്കാട്ട് ചെയ്യുന്നത്. ആ പൊട്ടാറ്റോക്കുള്ള എല്ലാം അരിഞ്ഞ് വെക്കുന്നുണ്ട്, കറി ഉണ്ടാക്കാനുള്ള ഇത് നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചാവും. രാവിലെ എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കുള്ളൊരു ഇതാവൂലേ. നമുക്കൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയാവും. ഭയങ്കര ഒരു തിരക്ക് പിടിച്ച സമയങ്ങളാവൂലേ ഈ രാവിലക്കത്ത്. ഇന്നെയും സംബന്ധിച്ച് അങ്ങനെയാണ്. എൻ്റെ മോൾക്ക് അംഗൻവാടി ഉണ്ട്, ഇക്കാക്കാക്ക് ഡ്യൂട്ടിക്ക് പോകാനും ഉണ്ട്. അപ്പോഴേക്ക് എല്ലാ പണികളും കഴിയണം. എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ മോളെ അംഗൻവാടിക്ക് പോകേണ്ടതിന് മുമ്പ് തന്നെ പണി തീർക്കണതായിട്ട് ഇഷ്ടം. അപ്പോൾ ഇന്നിങ്ങനെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറേ സമയം ഇനിയും കുറേ ബാക്കിയുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മളെ കിച്ചണിൻ്റെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നലുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ അങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊരു തോന്നൽ വരലാണല്ലോ. അങ്ങനെ ഇന്ന് എനിക്കതൊക്കെ എടുത്തു വെക്കാനൊക്കെ ഉള്ളൊരു തോന്നിയൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ആ തോന്നൽ മാറാത്തതിന് മുമ്പ് തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിന് വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം പിന്നെ അതിനാവുമല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വാരലിനും തുടക്കലിനൊക്കെ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെയാണ് പച്ചക്കറികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കൽ കേട്ടോ, മിക്സി കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം വലിച്ചിട്ടിട്ട് അങ്ങനെ നന്നാക്കലുണ്ട്. ഇങ്ങനെ നന്നാക്കിയൊക്കെ കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസമാട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നന്നാക്കിയെങ്കിലും ഒരു ചില ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും അത് നന്നാക്കാൻ വേണ്ടിയിട്ട് തോന്നും. പിന്നെ നന്നാക്കി അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ. അതൊന്നും പിന്നെ ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ മോൾക്ക് പോകാനായിട്ട് അംഗൻവാടിയിലേക്ക് അങ്ങനെ മോള് ബേബിനൊക്കെ കിടത്തി ഉറക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുകയാണേ. ഞാൻ മോളെ വോയിസ് തന്നെ കൊടുക്കാൻ ഒരിതുണ്ട് കേട്ടോ. എന്നും മോളെ അംഗൻവാടിയിലേക്ക് പോവുകയാണെങ്കിൽ ഓളെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാവില്ല, അതിലുള്ളൊരു പാവാച്ചിക്കുട്ടി ഉണ്ടാവും, ഒക്കെ ഇഷ്ടപ്പെട്ട് അതിനെ എന്നും ഉറക്കി കെടുത്തിയിട്ടാട്ടോ ഓള് പോവുക. അപ്പം ഞാൻ ഇന്നിങ്ങനെ ഓള് ഉറക്കി കെടുത്തിയപ്പോൾ ഞാനൊരു ക്ലിപ്പ് എടുത്തതന്നേ ഉള്ളൂ. ലായിലൊക്കെ ചെല്ലി കൊടുത്തിട്ട് എന്നും ആ പാവാച്ചിക്കുട്ടിനോട് പറയും, ഞാൻ അംഗൻവാടിയിൽ പോയി വരട്ടോ, വരുന്നത് വരെ ഉറങ്ങണം കേട്ടോ എന്നൊക്കെ പറയണതാണ്. അപ്പം അത് നിങ്ങൾ അങ്ങനെ ഒരു കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ഇട്ടത്. എന്നും ഓൾക്ക് അങ്ങനെയാണ് പോവുക. അങ്ങനെ അവൾ അംഗൻവാടിയിലൊക്കെ എത്തിയിട്ട് ഞാൻ പോവാന്നൊക്കെ പറയുമ്പോൾ ടാറ്റൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓളെ കൊണ്ടാക്കി വന്നപ്പോൾ ഇന്ന് എക്സ്ട്രാ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടികളൊക്കെ അവിടെ കിടന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം മോള് പോകാത്തതിന് മുമ്പ് തന്നെ നമ്മളെ തിരക്കുകൾക്കിടയിൽ എൻ്റെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മോൾക്ക് കഞ്ഞിയാ കുടിക്കുക കൂടുതൽ ദിവസവും. അപ്പോൾ പിന്നെ ഓള് ഇതാക്കട്ടെ പോകുമ്പോൾ തന്നെ ഞാൻ കഞ്ഞൊക്കെ ആക്കും. പിന്നെ അതും കൂടി വീഡിയോ എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം ഒന്നും കൂടി ആവണമല്ലോ. അപ്പം അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വന്നതിൻ്റെ ശേഷം പിന്നെ മീനൊക്കെ കായം കൂട്ടി വെച്ചതൊക്കെ പൊരിക്കുന്നുണ്ട്, അതൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ വൈകുന്നേരമായി ഒരു 3:20 ആകുമ്പോഴാട്ടെ ഞാൻ ഓളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുക. അംഗൻവാടിൻ്റെ അന്ന് കുറച്ച് നടക്കാണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓളോട് ഇങ്ങനെ ചോദിക്കണം, ബേബിന്റെ കാര്യം എന്നും എന്നോട് ചോദിക്കണുണ്ട്, ഇന്ന് ചോദിക്കുന്നില്ലേ. അപ്പം ഞാൻ ഓളോട് ചോദിക്കാണ് കേട്ടോ, എൻ്റെ ബേബിയൊക്കെ എന്ത് അപ്പോൾ ഇനി മറുപടി പറഞ്ഞിട്ട് കേട്ടോളി. എൻ്റെ ബേബിയേ തൊട്ടിയിൽ ഉറങ്ങും. മെല്ലേന്ന് ഉമ്മച്ചി അംഗൻവാടി ഇട്ടിപ്പോൾ വരും പറഞ്ഞു. ഞാൻ
ആ ഓക്കേ പറഞ്ഞു പോരെ. എന്നും ഇങ്ങനെ ബേബിനെ ഉറക്കിയിട്ടായിട്ട് പോവുക. ഇന്ന് ഞാൻ വിചാരിച്ചു എന്താ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാത്തെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താട്ടോ ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് ഇങ്ങോട്ട് പിന്നെ ഉറങ്ങിയാ കരഞ്ഞോ എന്നൊക്കെ ചോദിക്കണത്. പിന്നെ വന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഓൾ പറഞ്ഞ കാക്കാന്റെ കുട്ടീൻ്റെ അടുത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരെല്ലാവരും കൂടിയും കളിക്കാട്ട് പിന്നെ അവൻ്റെ അടുത്തേക്കൊക്കെ പോയി പാട്ടിട്ടുണ്ടായിരുന്നു. പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കണതാണ് ഈ കാണുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.